എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ ഈ ദൈവവചന ഘോഷണത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളട്ടെ. ഇന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്ന വിഷയം നർച്ചറിങ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ്. ശിഷ്യത്വം പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു വിഷയമാണ്. ശിഷ്യത്വം എന്നുള്ള വാക്ക് വളരെ അഗാധവും ധാരാളം പഠിക്കുവാനായിട്ടുള്ള ഒരു വിഷയം കൂടെയാണ്. ആ വിഷയം പഠിക്കുവാനായിട്ട് സമയങ്ങളും മണിക്കൂറുകളും നമുക്ക് ആവശ്യമുണ്ടെന്നാൽ നമുക്ക് തന്ന ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അല്പസമയം ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം. നമുക്ക് അതിന് ആധാരമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഐസയാ ചാപ്റ്റർ 50 വേഴ്സസ് 4-5. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഞാൻ വായിച്ചു കൊള്ളട്ടെ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. നിൻവചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ഊരിരുളിൽ താഴ്വരയിൽ ദീപമാകാ നിൻമൊഴികൾ. ഊരിരുളിൻ താഴ്വരയിൽ ദീപമാകാ നിൻമൊഴികൾ. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരപിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ സ്തുതിക്കുന്നു. തേനേക്കാളും തേൻകട്ടേക്കാളിലും മധുരമേറിയ വചനത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാവിന് മധുരം നൽകുന്ന അങ്ങയുടെ വചനത്തിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഒരു ചുറ്റികയായിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം തീ ആയിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ വചനം ഇരുവായ്ത്തരയുള്ള വാളായിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഒരു വിത്തായിരിക്കാൻ സ്തുതിക്കുന്നു. കർത്താവേ, ആ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആ വചനം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ചിന്തകളല്ല കർത്താവേ, ദൈവികമായ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുൻപാകെ ഭയത്തോടെ, വിറയലോടെ, ആദരവോടെ ആയിരിക്കാനും അടിയനോട് അരുളി ചെയ്യുന്നു എന്നുള്ള തിരുവചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. 1995 1995 കാലിഫോർണിയയിലെ ഫുള്ളർ സെമിനാരിയില് ഒരു യോഗത്തില് പങ്കെടുത്തപ്പോൾ അവിടെ റോബർട്ട് ക്ലിന്റൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേദപുസ്തകത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിലെ നേതാക്കന്മാരെ പറ്റി അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന വിശ്വാസ വീരന്മാരെ പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തില് റോബർട്ട് ക്ലിന്റൺ പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞത്, വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വളരെ കുറച്ച് വിശ്വാസ വീരന്മാർ മാത്രമേ തങ്ങളുടെ ദൗത്യങ്ങളില് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വെറും 30% താഴെ നേതാക്കന്മാർ മാത്രമേ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുള്ളൂ. അതായത് വേദപുസ്തകത്തിൽ 2 ആൾക്കാരും തങ്ങളുടെ ദൗത്യങ്ങളിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. 30% താഴെ മാത്രം ആളുകളെ പൂർണ്ണമായി അവരുടെ വിശ്വാസ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. No, the characters that are mentioned in the scholarly scriptures, only 30% of the characters or leaders are completely successful in their life. And also it says
out of 2% or out of 3.2% failed in their ministry. 3-2 പേര് കൂട്ടരെ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ സർവേയില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: തങ്ങളുടെ ദൗത്യങ്ങൾ പൂർണ്ണമായി വിജയിച്ചത് ആരല്ല. എന്നിട്ട് 1-2 പേരുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോഹ നീതിമാനായിരുന്നു, തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ അവസാന ഭാഗത്ത് അദ്ദേഹത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് അവൻ വീഞ്ഞു കുടിച്ച് തന്റെ കൂടാരത്തിൽ നഗ്നനായി കിടന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ശലോമോൻ രാജാവ് ആവേശജനകരമായ ആരംഭം കുറിച്ചു. ഭരണം ആരംഭിച്ചപ്പോൾ താൻ ദൈവത്തോട് ജ്ഞാനത്തിനായിട്ട് അപേക്ഷിച്ചു. ദൈവം തന്റെ അപേക്ഷ നിവർത്തിച്ചു കൊടുത്തു. ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ശലോമോൻ രാജാവിനെ പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. അടുത്ത ഒരു കഥാപാത്രമാണ് ശൗൽ. ശൗൽ വളരെ നിപുണനായ ഒരു നേതാവായിരുന്നു. തന്നെ കുറിച്ച് ഇപ്രകാരം വേദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. എന്നാൽ തന്റെ ജീവിത അവസാനം വളരെ പരിതാപകമായിരുന്നു. ദൈവത്താലും തന്റെ ജനത്താലും തള്ളപ്പെട്ടവനായി ശൗലിന്റെ ജീവിത അധ്യായം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് അവന്റെ ആധിപത്യം അവനിൽ നിന്ന് നീക്കപ്പെട്ടു. അവന്റെ അവസാന നാളുകളിൽ ആശയറ്റ ഏകാഗ്രിയായി അവൻ അലഞ്ഞ് തിരിഞ്ഞ് ഉപദേശത്തിനായി ഒരു ശുദ്രക്കാരത്തിയെ പോലും അവൻ സമീപിച്ചു. എത്ര പരിതാപകരമായ സമാപ്തിയായിരുന്നു ശൗലിൻ്റെത്. പുതിയ നിയമത്തിലെ കൊലോസ്യം 4:14 പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിലേക്ക് പോയി എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ ഒരുപാട് പേരെ പറ്റി പറയുന്നത് അവരുടെ അവസാനം വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞ എന്തിനാണ്? അത് നോഹയാകട്ടെ, അത് ശൗലാകട്ടെ, അത് ശലോമോനാകട്ടെ, അത് ദേവാസ് ആകട്ടെ, അത് ശിംശോനാകട്ടെ, ഒരുപാട് പേരുകൾ നമുക്കറിയാം. അവരുടെ അവസാനങ്ങളൊക്കെ ദുരന്തമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിപ്പാനായിട്ട് സാധിച്ചില്ലെന്നാണ് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ വിഷയം ശിഷ്യത്വം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. നർച്ചറിങ് ഡിസൈപ്പിൾഷിപ്പ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സഭയുടെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പേരിട്ടോ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലോ അംഗമായിരിക്കുന്നതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ ശിഷ്യനായിരിക്കണം എന്നുള്ളതാണ്. നോ മോർ ദാൻ എ മെമ്പർ ഓഫ് ദി ചർച്ച് or more than a member of a Christian family and more than having a Christian name. Jesus demanded or commanded the disciples or his followers to be his disciples. ക്രിസ്ത്യാനി ആകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യേശുവിന്റെ ശിഷ്യനാകാനായിട്ടാണ് ക്രിസ്ത്യാനികളുടെ ദൈവം വിളിച്ചിരുന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് നാം വായിച്ച ജോജു വായിച്ച യെശയ്യാ പ്രവാചകന്റെ 50-ാം അധ്യായത്തിൽ നിന്നും, ജയമാമ വായിച്ച 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ നിന്നും, സുവിശേഷത്തിൽ യോഹന്നാനിൽ നിന്ന് വായിച്ച ഭാഗങ്ങളിൽ നിന്നും, കൊലോസ്യ ലേഖനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളിലും നമ്മൾ ഒരുപാട് ശിഷ്യന്മാരുടെ സ്വഭാവത്തെ പറ്റി കാണുന്നുണ്ട്. എല്ലാ സ്വഭാവങ്ങളും പറഞ്ഞു തീർക്കാനായിട്ട് സമയമില്ലെങ്കിലും 5 സ്വഭാവങ്ങൾ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. 5 സ്വഭാവങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് അവസരങ്ങൾ എടുക്കാം. 5 characteristics of a disciple. ഒരു ശിഷ്യന്റെ 5 സ്വഭാവ ഗുണങ്ങൾ. ഒന്നാമതായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. Now the first characteristics of a disciple according to Isaiah chapter 54 and 5. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞതാണ്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു.
ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. So the first characteristics or a quality of a disciple is a steadfast obedience എന്നുള്ളതാണ്. സ്ഥിരമായ അനുസരണമുള്ളവനാണ് ഒരു ശിഷ്യൻ എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് നല്ല ശിഷ്യൻ നല്ല നാവുള്ളവനാണ്. A good disciple will have a good tongue. അതിന് നല്ല നാവ് എന്തിനാ? ഈ നാവ് കൊണ്ട് യേശുവിന് പറയാം, ഈ നാവ് കൊണ്ട് ദോഷമുള്ള സംസാരിക്കാം. യാക്കോബിന്റെ ഭാഷയിൽ നാവ് ഒരു തീ തന്നെ. ഈ നാവിനെ അച്ചടക്കം പഠിപ്പിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച് സൂക്ഷിക്കുന്നവനാണ്. മാത്രമല്ല കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ നാവിനെ കർത്താവിന് കൊടുത്തതാവും. എന്റെ നാവ് രക്ഷിക്കപ്പെട്ടതാണെന്ന് അതിന്റെ അർത്ഥം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്റെ നാവും രക്ഷിക്കപ്പെട്ടതാണ്. ഒരു നല്ല ശിഷ്യന്റെ നാവ് തീർച്ചയായിട്ടും കർത്താവിന് കൊടുത്തിരിക്കുന്ന നാവാണ്. ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന്. അവിടെ പറഞ്ഞിരിക്കുന്ന കേൾക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ശിഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവന്റെ ചെവിയും കർത്താവിന് കൊടുത്തിരിക്കുന്നതാണ്. The good quality of a disciple is not only his tongue is given to God, his ear is also given to God. In another way, his tongue is also saved and his ear is also saved. അവന്റെ നാവും രക്ഷിക്കപ്പെട്ടതാണ്, അവന്റെ ചെവിയും രക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനോ മറുത്ത് നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല എന്ന് പറഞ്ഞാൽ I was not rebellious. A good disciple is having a steadfast obedience. യെശയ്യാവ് 50 പറയുന്നത്, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50, 51, 52 അധ്യായങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദി സ്റ്റോറി ഓഫ് എ സഫറിംഗ് സെർവന്റ് എന്നുള്ള വിഷയത്തെ പറ്റി, കഷ്ടപ്പെടുന്ന ദാസനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് യെശയ്യാ പ്രവാചകൻ 50-ാം അധ്യായം മുതൽ അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും. ആ കഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ദാസനെ നമ്മൾ വായിക്കുന്നത് മശിഹ എന്നുള്ളതാണ്. അത് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് പിന്നീട് പ്രവചനം നിവർത്തീകരിക്കപ്പെട്ട കർത്താവായ യേശുവിന്റെ പനിയാണ് അത് പറയുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ പറയുന്ന, ഇവിടെ പറയുന്ന ദാസൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ പറ്റിയാണ്. Isaiah 50 is talking about Messiah, the suffering servant. അനുസരണമുള്ള പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന യേശുവിനെയാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. സ്ഥിരം അനുസരണമുള്ളവൻ, ഇവിടെ വെറും അനുസരണമുള്ളവനല്ല, steadfast obedience എന്നാണ് ഞാൻ പറഞ്ഞത്. steadfast obedience എന്ന് പറഞ്ഞാൽ ഇന്ന് അനുസരിക്കുക, നാളെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതല്ല. steadfast obedient എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അനുസരിക്കുന്നവൻ എന്നുള്ളവനാണ്. അങ്ങനെയുള്ളവന്റെ ഗുണങ്ങൾ എന്താണ്? ഞാൻ 4 ഗുണങ്ങൾ പറയാം. 4 qualities of a steadfast obedient disciple. സ്ഥിരമായിട്ട് അനുസരിക്കുന്ന ഒരു ശിഷ്യന്റെ 4 ഗുണങ്ങൾ. 1, അവൻ നല്ല നാവുള്ളവനാ. 2, അവൻ നല്ല ചെവിയുള്ളവനാ. 3, അവൻ മറുത്തു നിൽക്കുന്നില്ല. 4, അവൻ പിന്തിരിഞ്ഞും നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ പറയും എന്റെ നാവ്, അല്ലെങ്കിൽ യേസ് ലോർഡ് ഹിയർ മൈ ടങ്. അവൻ പറയും യേസ് ലോർഡ് ഹിയർ ഐ ആം. അവൻ പറയും യേസ് ലോർഡ് ഹിയർ മൈ ഇയർ. നമുക്കറിയാം നല്ല ശിഷ്യൻ തീർച്ചയായിട്ടും ദൈവത്തോട് പറയും, the good disciple will say to the Lord, yes Lord I accept you, yes Lord I believe you, yes Lord I confess my sin, yes Lord I follow you, yes Lord I accept you as my savior and Lord. നല്ല ശിഷ്യൻ രക്ഷിക്കപ്പെട്ടവനാ. ആ ശിഷ്യൻ പറയും, ഞാൻ അങ്ങയെ അംഗീകരിക്കുന്നു, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നു, ഞാൻ അങ്ങയെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു, അങ്ങയെ ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അനുഗമിക്കുമെന്ന തീരുമാനമെടുത്ത് പറയുന്നവനാണ് നല്ല ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്ഥിര അനുസരണമുള്ളവനാണ് നല്ല ശിഷ്യൻ. അതുകൊണ്ട് അനുസരണമുള്ള ശിഷ്യൻ ചെവി കൊടുക്കും, അനുസരണമുള്ള ശിഷ്യൻ കർത്താവിന് തന്റെ കണ്ണു കൊടുക്കും, അനുസരണമുള്ള ശിഷ്യൻ കർത്താവിന് തന്റെ നാവ് കൊടുക്കും, അവൻ മറുത്ത് നിൽക്കുകയില്ല എന്നാണ് യെശയ്യാ പ്രവാചകനിലെ യേശുവിൻ എന്ന് പറയുന്ന ശിഷ്യനെ പറ്റി എടുത്തു പറയുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നത് ശിഷ്യന് നല്ല ചെവി കൊടുക്കും, ശിഷ്യൻ നല്ല നാവ് കൊടുക്കും, ശിഷ്യന് മറുതലിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്നാ?
എവിടെ ഒരു മറുതലിപ്പ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാ അല്ലേ? തീർച്ചയായിട്ടും യെശയ്യാ പ്രവാചകൻ 50 ഇത് പറയുമ്പോൾ നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് തിരിയണം. 1-ാം അധ്യായത്തിൽ വന്ന് തുടങ്ങുന്നത് ദൈവത്തിന്റെ ഒരു പരാതി പറഞ്ഞുകൊണ്ടാണ്. Isaiah chapter 1 begins with a complaint of the Lord. വേദപുസ്തകമുള്ളവർ എന്നോടുകൂടെ യെശയ്യാ പ്രവാചകൻ 1-ലോട്ടൊന്ന് വരണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദരാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്ക്യാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെ പറ്റിയും ദർശിച്ച പ്രവാചകം. എന്നിട്ട് അടുത്ത വാക്യം ഐസയ 1:2, യെശയ്യാ 1:2 എന്താ വന്നിരിക്കുന്നത്? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലയോ? ആകാശമേ കേൾക്ക. ആകാശത്തിന് ചെവിയുണ്ടോ? ആകാശത്തിന് ചെവിയുണ്ടോ? ആകാശമേ കേൾക്ക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഹിയർ ഓ ഹെവൻസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ ചെവി തരിക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗീവ് ഇയർ ഓ എർത്ത്. ഭൂമിക്ക് ചെവിയുണ്ടോ? അത് പറയാനൊരു കാരണമുണ്ട്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. താഴോട്ട് വായിച്ചിരിക്കുന്നത് യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. In English says, children I have reared and brought up, they have rebelled against me. അപ്പൊ എന്തില്ലായിരുന്നു? ശിഷ്യത്വം എന്ന് പറഞ്ഞൊരു പരിപാടി അവർക്കില്ല. There were no discipleship character and quality in the life of the people of Israel according to this verse. 3-ാമത്തെ വാക്യം Isaiah 1:3, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. Verse 3 says, the ox knows its owner, the donkey its master's crib, but Israel does not know, my people do not understand. ശിഷ്യന്മാരല്ലാത്തവരുടെ സ്വഭാവം അവിടെ പറഞ്ഞിരിക്കുന്നത്. The characteristics of a disciple, non-disciple or a rebellious disciple. ശിഷ്യനല്ലാത്തവന്റെ സ്വഭാവം. പിന്നെ പറഞ്ഞിരിക്കുന്നത് 4-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറി കളഞ്ഞു. ഇവിടെ 50 പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിറകോട്ട് മാറത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവര് പിറകോട്ട് മാറി. Verse 4 in English says, a sinful nation, a people laden with iniquity, offspring of evildoers, children who deal corruptly, they have forsaken the Lord, they have despised the Holy One of Israel, and they are utterly estranged. പിന്നെ കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ രസം 5-ാം വാക്യം ഉണ്ടെന്ന് വായിക്കണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയവും മുഴുവൻ രോഗം പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവരെ തൊട്ട് ഞെക്കി കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് ഈ അനുസരിക്കാത്ത ശിഷ്യന്മാരെ പറ്റിയാണ് യെശയ്യാ 1 പറഞ്ഞ് ആരംഭിക്കുന്നത്. അവിടെ അവർ ചെവിയും കൊടുക്കത്തില്ല, കണ്ണും കൊടുക്കത്തില്ല, മൂക്കും കൊടുക്കത്തില്ല, നാവും കൊടുക്കത്തില്ല, കാലും കൊടുക്കത്തില്ല, കൈയും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു സമൂഹം. യെശയ്യാ 50 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാ ദൈവത്തിന്റെ ദാസൻ വരുന്നു. അത് മശിഹായെ പറ്റി പറയുന്നത്. ആ ദാസൻ ചെവി കൊടുക്കും, കണ്ണു കൊടുക്കും, നാവ് കൊടുക്കും, ഹൃദയം കൊടുക്കും. പൂർണ്ണമായിട്ട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ അനുസരിച്ച് മറുതലിക്കാതെ അവനെ അനുഗമിക്കുന്നവനാണ് ദൈവത്തിന്റെ ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ യെശയ്യാ 50 അങ്ങനെ എഴുതിയത്. എന്നാലും നിങ്ങൾ ഇനി യെശയ്യാ 6-ലോട്ട് വരണം. കം ടു Isaiah 6. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെശയ്യാ 6:6 യെശയ്യാ പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. യെശയ്യാ പ്രവചിക്കുക, എന്റെ നാവ് രക്ഷിക്കപ്പെട്ടതല്ല, ചിലരുടെ പേഴ്സ് രക്ഷിക്കപ്പെട്ടതല്ല, ചിലരുടെ നാവും രക്ഷിക്കപ്പെട്ടതല്ല, ചിലരുടെ ചെവിയും രക്ഷിക്കപ്പെട്ടതല്ല, എന്തോ വേണ്ടതെല്ലാം കേട്ടോണ്ടിരിക്കും. ചിലരുടെ നാവും രക്ഷിക്കപ്പെട്ടതല്ല, വേണ്ട തരത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ യെശയ്യാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൽ വസിക്കുന്നു. I am a man of unclean lips, living among a people of unclean lips. ഞങ്ങളും ഞങ്ങളുടെ കൂട്ടരും എങ്ങനെയുള്ളവരാ? ഞങ്ങളും ഞങ്ങളുടെ കൂട്ടരുടെ നാവ് രക്ഷിക്കപ്പെടാത്തവരാ. അതുകൊണ്ടാണ് യെശയ്യാ പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ ദർശനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ നാവ് രക്ഷിക്കപ്പെടില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉടനെ
ആ ദർശനത്തിൽ യെശയ്യാവ് 6 പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക? ദൂതന് ഒരു കൊടില് കൊണ്ട് എന്റെ നാവ് തൊട്ടു, എന്നെ ശുദ്ധീകരിച്ചു. A disciple is one who is touched by the hand of God. ദൈവത്താൽ തൊട്ട് അവന്റെ നാവ് സൂക്ഷിക്കുന്നവനാണ് അനുസരണമുള്ള ഒരു ശിഷ്യൻ. അതുകൊണ്ടാണ് യെശയ്യാവ് 50 എടുത്തു പറഞ്ഞ യെശയ്യാവ് 9, യെശയ്യാവ് 1, യെശയ്യാവ് 9, യെശയ്യാവ് 50, യെശയ്യാവ് 1, യെശയ്യാവ് 6, യെശയ്യാവ് 50. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നാവുകൾ രക്ഷിക്കപ്പെടാത്തവരെ പറ്റിയ, ചെവി രക്ഷിക്കപ്പെടാത്തതിനെ പറ്റിയ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ ദാസൻ നാവ് കൊടുക്കും, എന്റെ ദാസൻ ചെവി കൊടുക്കും, എന്റെ ദാസൻ വിരിഞ്ഞു നിൽക്കുന്നില്ല, എന്റെ ദാസൻ മത്സരിയായിട്ട് നിൽക്കുന്നില്ല. കാരണം മത്സരികൾ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. A true disciple is a steadfast, obedient disciple. ഞാൻ ജിം മേലിറ്റിനെ പറ്റി വായിച്ചു കേട്ടിട്ടുണ്ട്. ജിം മേലിറ്റ് വാസ് എ മിഷണറി who went among the Red Indians, അല്ലെങ്കിൽ ഇക്വഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ജിം ഏലിയറ്റ്. Now, soon after graduating from college, Jim Elliot wrote in his diary, God, I pray to you, light this idle sticks of my life, that I may burn for thee. Consume my life, my God, for it is thine. I seek not a long life, but a full one like you, Lord Jesus. God answered that prayer of Jim Elliot, and in the flower of a young manhood, Jim Elliot's life was cut short by the spear of an Aqua Indian, as he had several other young men sought to take the gospel into the jungles of Ecuador. ഞാൻ മലയാളത്തിൽ പറയാം. കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ ഉടനെ ജിം ഏലിയറ്റ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി, കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി എരിഞ്ഞടങ്ങേണ്ടതിന് എന്റെ ജീവിതത്തിലെ നിഷ്ക്രിയമായ കൊള്ളികളെ അങ്ങ് കത്തിക്കണമേ. അങ്ങയ്ക്കായി അങ്ങയുടേതായ എന്നെ അങ്ങയ്ക്കായി ദഹിപ്പിക്കണമേ. എന്നിട്ട് അദ്ദേഹം എഴുതിയൊരു വാക്ക് ഇതാണ്, ശ്രദ്ധിക്കണം, നീണ്ട ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അങ്ങയെ പോലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. ജിം മേലിനെ പറ്റി ചരിത്രം പറയുന്നത്, ദൈവം ആ പ്രാർത്ഥന കേട്ടു. യൗവനകാലത്തില് ഇക്വഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അക്വാ ഇന്ത്യൻസിന്റെ ഇടയിൽ മിഷണറിയായി പോയ ജിം ഏലിയറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും കൂട്ടുകാരെയും അന്നത്തെ ആദിവാസി ഗോത്രങ്ങൾ അമ്പെയ്ത് കൊന്നുകളഞ്ഞു. യൗവനകാലത്തിൽ തന്നെ ജിം ഏലിയറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു, അല്ലെങ്കിൽ രക്തസാക്ഷിയായി മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഒരിക്കൽ ചേർന്ന് ചോദിച്ചു, കൊല്ലപ്പെടും എന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ ഭർത്താവ് ജിം ഏലിയറ്റ് എന്തിന് ഈ ഇക്വഡോറിലുള്ള അക്വാ ഇന്ത്യൻസിന്റെ ഇടയിലേക്ക് പോയി എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞ മറുപടി ഇതാണ്, ബിക്കോസ് ഓഫ് ഒബീഡിയൻസ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം കൊണ്ടാണ് എന്റെ ഭർത്താവ് സുവിശേഷവുമായി ആ നരഭോജിയുടെ അടുത്തേക്ക് പോയതെന്ന് ജിം ഏലിയറ്റിന്റെ ഭാര്യ പറയുകയുണ്ടായി. എ ഡിസൈപ്പിൾ ഈസ് എ സ്റ്റെഡ്ഫാസ്റ്റ് ഒബീഡിയന്റ് പേഴ്സൺ. വെറും അനുസരണമുള്ളവനല്ല, സ്ഥിരമായി അനുസരണമുള്ളവനാണ് ഒരു ശിഷ്യൻ. രണ്ടാമതായി, ഒരു ശിഷ്യന്റെ ഗുണം എന്താണ്? 2 തിമോത്തിയോസ് 2 നമ്മൾ വായിച്ചു കേട്ടല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസൈപ്പിൾ ഈസ് എ മാൻ ഓഫ് പെർസിവിയറൻസ്, അല്ലെങ്കിൽ ഡിസൈപ്പിൾ ഈസ് എ മാൻ ഓഫ് ഡെഡിക്കേഷൻ. ഇവിടെ 2 തിമോത്തി ചാപ്റ്റർ 2 തിമോത്തിയോസ് 2 we see 3 examples of a dedicated disciples. ഒരു സമർപ്പണമുള്ള ശിഷ്യനെ പറ്റി, അല്ലെങ്കിൽ ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് 3 ഉദാഹരണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ, എ ഡെഡിക്കേറ്റഡ് ഡിസൈപ്പിൾ ഷുഡ് ബി ലൈക്ക് എ സോൾജിയർ. എ ഡെഡിക്കേറ്റഡ് ഡിസൈപ്പിൾ ഷുഡ് ബി ലൈക്ക് an athlete. A dedicated disciple should be like a farmer. വേറെ അതി പറയുകയാണെങ്കിൽ, a true disciple will persevere for God with a soldier's attitude. 2 തിമോത്തിയോസ് 2:3 ഞാനൊന്ന് വായിക്കട്ടെ. 2:3 ജയമാവ് വായിച്ച് നമ്മളെ കേൾപ്പിച്ചതാണ്. 2:3,
ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഒരു നല്ല ശിഷ്യൻ നല്ല ഭടനായിരിക്കും. 2:5 അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. 2:5 ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പൊരുതിയെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. പെർസീവർ ഫോർ ഗോഡ് വിത്ത് ആൻ അത്ലറ്റ്സ് ആറ്റിറ്റ്യൂഡ്. ചട്ടപ്രകാരം പോരാടുന്ന കായിക താരം പോലെയാണ് ഒരു ശിഷ്യൻ. 3 2 തിമോത്തിയോസ് 2:6 അവിടെ പറഞ്ഞിരിക്കുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. പെർസീവർ ഫോർ ഗോഡ് വിത്ത് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ ഫാർമർ. അധ്വാനിക്കുന്ന കൃഷിക്കാരനെ പോലെ ആത്മസമർപ്പണമുള്ള ശിഷ്യൻ. അപ്പൊ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം? ഒരു നല്ല ഭടനെ പോലെ ആയിരിക്കണം. ഒരു നല്ല ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം? ഒരു നല്ല ഓട്ടക്കാരനെ പോലെ ആയിരിക്കണം. ഒരു നല്ല ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം? ഒരു നല്ല കൃഷിക്കാരനെ പോലെ ആയിരിക്കണം. A dedicated disciple should be like a soldier, like an athlete, and also like a farmer. ഞാൻ ഒരു പട്ടാളക്കാരന്റെ ഡെഡിക്കേഷൻ എന്താണെന്ന് പറയാം. ഒരു 6 ക്വാളിറ്റീസ് പട്ടാളക്കാരന്റെ പറയാം. 6 qualities of a soldier. 1, നല്ല ഭടൻ കഷ്ടം സഹിക്കുന്നവനാണ്. 2, നല്ല ഭടൻ തന്നെത്താൻ ത്യജിക്കുന്നവനാണ്. 3, നല്ല ഭടൻ ധൈര്യശാലികളിൽ ധൈര്യശാലിയാണ്. 4, നല്ല ഭടൻ സാഹസികരിൽ സാഹസികനാണ്. നല്ല ഭടൻ 5 വിശ്വസ്തനാണ്. നല്ല ഭടൻ 6 ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് a good disciple must be like a soldier എന്ന് പറഞ്ഞാൽ a good soldier must endure hardship. A good disciple must deny himself. A good disciple must be bravest of the brave, and he must be courageous. A good soldier must be faithful, and a good disciple must ready to die for the nation. അതാണ് ഒരു നല്ല പട്ടാളക്കാരന്റെ സ്വഭാവമെങ്കിൽ ഒരു നല്ല ശിഷ്യനും അങ്ങനെ ആയിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് a good disciple should be like an athlete. ഒരു നല്ല ശിഷ്യൻ ഒരു ഓട്ടക്കാരനെ പോലെ ആയിരുന്നു. ഓട്ടക്കാരന്റെ സ്വഭാവം എന്നാ? ഓട്ടക്കാരൻ ലക്ഷ്യത്തിലേക്ക് തന്നെ ഓടണം. 1. 2, ഓട്ടക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. 3, ഓട്ടക്കാരൻ വളരെ ശക്തിയോടെ ഓടണം. 4, ഓട്ടക്കാരൻ മറ്റൊന്നിനാലും പിന്തിരിയപ്പെടാനും പാടില്ല. എബ്രായ ലേഖന ഭാഷയുടെ വാർത്തത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കി വേണം ഓടാൻ. അത് മാത്രമല്ല, 5-ാമതായിട്ട് ഗുഡ് അത്ലറ്റ് will run according to the rules. നല്ല ഓട്ടക്കാരൻ നിയമപ്രകാരമേ ഓടത്തുള്ളൂ. തെക്കോട്ടും വടക്കോട്ടും ഓടിയ പ്രൈസ് കിട്ടും. അങ്ങോട്ട് വരയിലോട്ട് കയറി എന്നിട്ട് നേരെ പുറമോട്ടങ്ങ് ഓടിയാൽ അവൻ വിജയിക്കുമോ? നല്ല ഓട്ടക്കാരൻ നേരെ നിയമങ്ങൾ അനുസരിച്ച് ഓടുന്നവനായിരിക്കണം. An athlete can't make up the rules as he pleases. He must compete according to the rules if he wants to receive the crown. And 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ശിഷ്യൻ ഒരു കൃഷിക്കാരനെ പോലെ ആയിരിക്കണം. A disciple persevere for God like the attitude of a farmer. ഒരു ശിഷ്യൻ ഒരു കൃഷിക്കാരനെ പോലെ ആയിരിക്കണം. ഒരു കൃഷിക്കാരന്റെ 4 ക്വാളിറ്റീസ് ഞാൻ പറയാം. 4 qualities of a farmer. 1, he is hard working. അവൻ അധ്വാനശീലമുള്ളവനാണ്. 2, nothing glamorous in his life. ശോഭയുള്ളതൊന്നും അല്ല ഒരു കൃഷിക്കാരന്റെ ജീവിത ശൈലി. എപ്പോഴും ചെളി പറ്റിയൊക്കെ നടക്കുന്ന ആളാണ്. 3, ഒരു നല്ല കൃഷിക്കാരൻ അലസനല്ല. A good farmer is not a lazy farmer. 4, കൊയ്ത്തിനായിട്ട് കാത്തിരിക്കുന്നവനുമാണ് ഒരു നല്ല കൃഷിക്കാരൻ. No, a good farmer waiting patiently for the harvest. ആ വിജയത്തിനു വേണ്ടി അല്ലെങ്കിൽ വിളവെടുപ്പിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് ഒരു നല്ല കൃഷിക്കാരൻ. നിങ്ങളെല്ലാവരും ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി കേട്ടുണ്ടായിരുന്നു. നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ, രാപ്പാടി എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന സ്ത്രീയെ പറ്റിയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ പഠനം കഴിഞ്ഞിട്ട് തന്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതിയെന്നാ പറയുന്നത്. Florence Nightingale wrote in her diary after her studies. She wrote like this: now I am 30 years of age. The age at which Christ
began his mission. Now no more childish things, no more vain things. Now years later, near the end of her heroic life of service, she was asked the secret of her ability to accomplish so much for the Lord. She replied, I can give only one explanation, and that is this. ആൾക്കാർ ചോദിച്ച ചോദ്യം ഇതാണ്, what is the secret of your success? And she said in response, I have kept nothing back from God. ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്റെ ഡയറിയിൽ എഴുതി 30ാമത്തെ വയസ്സ് തന്റെ ഡയറിയിൽ എഴുതിയത് ഇപ്രകാരമാണ്, എന്റെ വയസ്സ് 30. കർത്താവായ യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ച പ്രായം. ഇനി എനിക്ക് കുട്ടിക്കളികളില്ല, വ്യർത്ഥമായ ജീവിത ശൈലികളും വേണ്ട. പിൽക്കാലത്ത് തന്റെ നീണ്ട ശുശ്രൂഷയുടെ അവസാന കാലത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേലിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, ഫ്ലോറൻസ് നൈറ്റിംഗേൽ നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു, ഇതിന്റെ പിന്നിലുള്ള വിജയരഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ മറുപടി പറഞ്ഞു, എന്റെ കർത്താവിൽ നിന്ന് ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, എന്റെ കർത്താവിനോട് കൂടെ ഞാൻ വളരെ തീവ്രമായി അധ്വാനിച്ചു എന്ന് പറഞ്ഞു. ഒരു ഭടനെ പോലെ അധ്വാനിക്കുക, ഒരു ഓട്ടക്കാരനെ പോലെ അധ്വാനിക്കുക, ഒരു കൃഷിക്കാരനെ പോലെ അധ്വാനിക്കുക, അതാണ് ഡെഡിക്കേറ്റഡ് ഡിസൈപ്പിൾ. അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, a soldier who stops fighting before the battle is finished will never see victory. The athlete who stops running before the race is over will never win the race. The farmer who stops working before the harvest is complete will never see the fruit of his crops. ഞാൻ മലയാളത്തിൽ പറയാം, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പോരാട്ടം നിർത്തുന്ന പടയാളി ഒരിക്കലും വിജയം കാണുകയില്ല. ഓട്ടക്കളത്തിലെ ഓട്ടം പകുതി വെച്ച് നിർത്തുന്ന ഓട്ടക്കാരൻ ഒരിക്കലും ഓട്ടക്കളത്തിൽ വിജയിക്കുകയില്ല. വിളവെടുപ്പിന് മുൻപ് കൃഷിയിടത്തിലെ അധ്വാനം നിർത്തിവെച്ചു പോകുന്ന കർഷകൻ തന്റെ അധ്വാന ഫലം കാണുകയില്ല. അതുകൊണ്ട് ഒരു ശിഷ്യൻ അവൻ പൂർണ്ണമായി ആത്മസമർപ്പണമുള്ളവൻ. ഒന്ന്, ഞാൻ പറഞ്ഞു അവൻ അനുസരണമുള്ളവനാണ്. 2, ഞാൻ പറഞ്ഞു ഒരു ശിഷ്യൻ ആത്മസമർപ്പണമുള്ളവനാണ്. മൂന്നാമതായിട്ട് 2 തിമോത്തിയോസ് 2:8, ഹോൾഡിംഗ് സ്റ്റെഡ്ഫാസ്റ്റ് ടു ട്രൂത്ത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസ് തിമോത്തിയോട് പറയുന്നു, സത്യത്തെ നീ മുറുകെ പിടിക്കണം. ദി തേർഡ് ക്വാളിറ്റി ഓഫ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യന്റെ മൂന്നാമത്തെ ഗുണം പറഞ്ഞിട്ടുണ്ട്, ഹോൾഡിംഗ് സ്റ്റെഡ്ഫാസ്റ്റ് ടു ട്രൂത്ത്. നീ സത്യത്തെ മുറുകെ പിടിച്ചോണം. ഒരു ശിഷ്യൻ അനുസരണമുള്ളവനായിരിക്കണം, ആത്മസമർപ്പണമുള്ളതായിരിക്കണം, മാത്രമല്ല ആത്മാവിൽ എഴുതപ്പെട്ട വചനത്തെ മുറുകെ പിടിക്കുന്നവനാണ്. ആത്മാവിൽ എഴുതപ്പെട്ട വചനത്തെ മുറുകെ പിടിക്കുന്നവനാണ്. ഹോൾഡിംഗ് ടു ട്രൂത്ത്, സത്യം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 2 Timothy 2:8, remember that Jesus Christ of the seed of David was raised from the dead according to my gospel. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർന്നേറ്റപ്പെട്ട യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നിട്ട് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സത്യം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ 4 അർത്ഥങ്ങൾ ഞാൻ പറയാം. ഹോൾഡിംഗ് ദ ട്രൂത്ത്, ആത്മാവിൽ എഴുതപ്പെട്ട വചനങ്ങൾ നീ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ, സത്യത്തെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ടന്റ് ഓഫ് ട്രൂത്ത്. എന്താണ് കണ്ടന്റ് ഓഫ് ട്രൂത്ത്? അല്ലെങ്കിൽ ഹോൾഡിംഗ് ഓൺ ദി കണ്ടന്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, let me tell you 4 qualities of the truth. ഒന്ന്, യേശുവാണ് സത്യം. ജീസസ് ഈസ് ദ വേ. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും, ആക്കി പറയാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. I am the way, the truth and the life. No one comes to the Father but by me. രണ്ടാമത്തെ ട്രൂത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തിമോത്തി പറഞ്ഞത്, യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. യേശു മരിച്ചവൻ മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. 3, സാൽവേഷൻ ഈസ് ഓൺലി ത്രൂ ജീസസ്. അതാണ് ട്രൂത്ത്. യേശുവിൽ കൂടെയാണ് രക്ഷ. അത് വിളിച്ചു പ്രഖ്യാപിക്കുന്നവനാണ്, ആ സത്യം സംസാരിക്കുന്നവനാണ് ശിഷ്യൻ. ഇന്ന് യേശുവിൽ കൂടെയാണ് രക്ഷ എന്ന് പറയാനായിട്ട് പ്രയാസമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. എല്ലാ നദിയും ഒഴുകി ചെല്ലുന്നത് എങ്ങോട്ടാണ്? കടലിലോട്ടാണ്. പിന്നെ എല്ലാ വഴിയും റോമിലോട്ടാണ് എത്തുന്നത്. പിന്നെ
എല്ലാ പശുവിന്റെയും പാല് കറുത്തതാണേലും ചുമന്നതാണേലും എല്ലാ പശുവിന്റെയും പാല് വെളുത്തതാണ്. അതുകൊണ്ട് എല്ലാ വഴിയും എവിടെത്തും? സ്വർഗത്തിലെത്തും. ഏതായാലും എല്ലാ വഴിയും റോമിൽ ഇപ്പൊ എത്തത്തില്ല എന്നുള്ള സത്യം തന്നെ. ഏതായാലും പോകട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാലത്ത് യേശു മാത്രമാണ് യഥാർത്ഥ വഴിയെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ശിഷ്യൻ തയ്യാറായില്ലെങ്കിൽ, അവൻ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവനാണെങ്കിൽ അവൻ യഥാർത്ഥ ശിഷ്യനല്ല. അവൻ ഒഴുക്കിന് വിപരീതമായി നീന്തണം. സ്വിം അഗൈൻസ്റ്റ് ദ കറന്റ്. അവൻ ഒഴുക്കിനെതിരെ നീന്തുന്നവനായിരിക്കണം ഒരു നല്ല ശിഷ്യൻ. അതുകൊണ്ട് ഒന്നാമത്തെ സത്യം യേശുവാണ്. രണ്ടാമത്തെ സത്യം യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. മൂന്നാമത്തെ സത്യം യേശുവിൽ കൂടെയാണ് രക്ഷ. നാലാമത്തെ സത്യം ഗോസ്പൽ വിത്ത് എ ഫെയ്ത്ത്ഫുൾ സേവിംഗ്. സുവിശേഷത്തിന്റെ വിശ്വസ്തമായ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നവനുമാണ് ഒരു നല്ല ശിഷ്യൻ. Let me say in English, the content of truth is Jesus is the way. The content of the truth is Jesus not only died but he resurrected from the dead. Number 3, salvation is only through Jesus Christ and Jesus is the only way. Number 4, a faithful soldier of Jesus Christ or a faithful disciple of Jesus Christ who hold the truth will always hold on to the content of the truth. സുവിശേഷത്തിന്റെ വിശ്വസ്തമായ പ്രഖ്യാപനം അനുസരിക്കുന്നവൻ. അതെന്താ പ്രഖ്യാപനം? എന്താ? എന്നോടുകൂടെ നിങ്ങൾ 2 തിമോത്തിയോസ് 2:11 വായിക്കണം. അവിടെ സുവിശേഷത്തിന്റെ വിശ്വസ്തമായ പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രഖ്യാപനം? ഇഫ് യു ഡൈ വിത്ത് ഹിം വി ഷാൽ ഓൾസോ ലിവ് വിത്ത് ഹിം. നാം അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അതാണ് പ്രഖ്യാപനം. 2, ഇഫ് യു എൻഡ്യൂർ വി ഷാൽ ഓൾസോ റെയിൻ വിത്ത് ഹിം. നാം സഹിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ വാഴും. മൂന്നാമത്തെ പ്രഖ്യാപനം, ഇഫ് യു ഡിനൈ ഹിം ഹി ഓൾസോ വിൽ ഡിനൈ us. നാം അവനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാലാമത്തെ പ്രഖ്യാപനം, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ഹി റിമൈൻസ് ഫെയ്ത്ത്ഫുൾ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായിട്ട് പാർക്കുന്നു എന്നുള്ള സുവിശേഷ സത്യം വിളിച്ചു പ്രഖ്യാപിക്കുന്നവനും അറിയിക്കുന്നവനും അനുഗമിക്കുന്നവനുമാണ് ഒരു ശിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ, നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായെന്നും എഴുതിയിടുമേ. വരുവീനി നല്ല സമയം വാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ശിഷ്യൻ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ കഴിയുന്ന സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് ജീവിക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ട് സത്യത്തിന് വില കൊടുത്തവർ അനേകരാണ്. ശിഷ്യൻ സത്യത്തിന് വില കൊടുക്കേണ്ടി വരും. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ ശിഷ്യനല്ല. If a disciple deviates from the truth, he is not at all a good disciple. ആദിമ വിശ്വാസികള് ശിഷ്യന്മാര് വിശ്വാസത്തിന് വില കൊടുത്തവരാണ്. ഞാൻ ഒരു ഡോക്ടറെ പറ്റി വായിച്ചിട്ടുണ്ട്. ഒരു ഫേമസ് സർജൻ ആയിരുന്നു ഹവാർഡ് എ കെല്ലി എന്ന് പറയുന്ന ഒരു സർജൻ. ഹവാർഡ് എ കെല്ലി graduated from the medical school and he wrote in his diary, today I dedicate myself, my time, my capabilities, my ambition, everything to him. Blessed Lord, sanctify me. To thy use, give me no worldly success, which may not lead me nearer to my Savior. ഹവാർഡ് കെല്ലി പറഞ്ഞ വാക്കിതാണ്. തന്റെ ഡയറിയിൽ തന്റെ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ എഴുതിയിരിക്കുകയാണ്, ഇന്ന് മുതൽ എന്റെ സമയം, എന്റെ കഴിവ്, എന്റെ ആഗ്രഹം എല്ലാം യേശുവിനായി സമർപ്പിക്കുന്നു. കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ, സാങ്ക്ടിഫൈഡ് ഗോഡ്. എന്നിട്ട് ഇപ്പോഴത്തെ ബാക്കി എഴുതി. ഇതാണ് അദ്ദേഹം എഴുതിയത്, ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്ന ഒരു ലോക വിജയവും എനിക്ക് നൽകരുത് എന്ന് അദ്ദേഹം എഴുതി വെച്ചു. He wrote like this, give me no worldly success which may not lead me nearer to my Savior. എന്റെ രക്ഷകന്റെ അടുത്തെത്താത്ത ലോകത്തിലുള്ള ഒരു കിരീടങ്ങളും ഒരു വിജയങ്ങളും എനിക്ക് വേണ്ട എന്ന് ഡോക്ടർ കെല്ലി എഴുതി വെച്ചു. That is discipleship. That is discipleship. And that is discipleship. 1, അനുസരണമുള്ളവൻ. 2, ആത്മസമർപ്പണമുള്ളവൻ. 3, ആത്മാവിൽ എഴുതുന്ന വചനം, ആ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ. 4,
2 തിമോഥെയോസ് 2:14 നിങ്ങൾ വേഴ്സ് ഉണ്ടെങ്കിൽ വായിക്കണം. 2 തിമോഥെയോസ് 2:14 കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർപ്പെടുത്തുക. 15-ാമത്തെ വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. The fourth characteristic is keep focused. Keep focused. ലക്ഷ്യത്തിൽ മാത്രം നോക്കി യാത്ര ചെയ്യുക. ലക്ഷ്യത്തെ മാത്രം നോക്കി യാത്ര ചെയ്യുക. അതാണ് ഒരു ശിഷ്യന്റെ ക്വാളിറ്റി. കീപ് ഫോക്കസ്ഡ്. ലക്ഷ്യത്തിലേക്ക് നോക്കി മാത്രം മുന്നേറുക. Don't be distracted. Don't be distracted by unfortunate, unprofitable thing. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നില്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പ്രസ്താവിക്കുന്നു. സത്യവാനത്തെ ശരിയായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ പറയാം, ഒരു നല്ല ഫോക്കസ് ചെയ്യുന്ന ആളിന്റെ 4 ക്വാളിറ്റീസ്. ലക്ഷ്യത്തിൽ മാത്രം നോക്കുന്ന ആളിന്റെ 4 ക്വാളിറ്റീസ്. 4 qualities of a man who is focused. 1, he will be diligent. അവൻ ജാഗ്രതയുള്ളവനായിരിക്കും. 2, he will present himself approved to God. ദൈവത്തിന് കൊള്ളാവുന്നവനായി തന്നെ സമർപ്പിക്കുന്നവനായിരിക്കും. 3, a worker who does not need to be ashamed. അവൻ ഫോക്കസ് ചെയ്യുമ്പോൾ അവന്റെ 3-ാമത്തെ ക്വാളിറ്റി, അവൻ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായിരിക്കും. 4, he will rightly divide the word of truth. അവൻ സത്യവചനത്തെ ശരിയായിട്ട് വിഭാഗിച്ചു കൊടുക്കുന്നവനുമായിരിക്കും. A focusing disciple is a dedicated disciple. അതാണ് ഞാൻ പറഞ്ഞത്. 4-ാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഗായസംഘം പാട്ട് പാടിയപ്പോൾ പാടിയല്ലോ, എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ. എന്നിട്ട് സാക്ഷാ പറഞ്ഞിട്ടുണ്ട്, നല്ലവോ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാട കിരീടം പ്രാപിക്കും നിത്യ രാജ്യത്തിൽ. അങ്ങനല്ലേ ഗായസംഘം പാടി അല്ലേ? നമുക്കൊന്ന് പാടാം. നല്ല ഫോക്കസ് ചെയ്യുന്നവൻ അങ്ങനെ പാടുന്നത്. അങ്ങനെ വെറും പോരാട്ടമല്ല, നല്ല പോരാട്ടം പോരാടി മുന്നോട്ട് പോകുന്നവൻ അല്ലേ? ആ നല്ല ഭടൻ, ഫോക്കസ് ചെയ്യുന്നവൻ. ഒന്നുകൂടെ പാടാം സ്റ്റാൻസ, വീട്ടിൽ നിന്ന് പാടാം. നല്ലവോ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാട കിരീടം പ്രാപിക്കും നിത്യ രാജ്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കർത്താവിന്റെ സ്തോത്രം പറ. കർത്താവെ നല്ലപോലെ പോരാടി മുന്നേറുവാൻ. കീപ് ഫോക്കസ്ഡ്. 5-ാമത്, ദി 5th ക്വാളിറ്റി ഓഫ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യന്റെ 5-ാം സ്വഭാവം, അത് 2 ഭാഗം ഞാൻ പറയാം. 1, 2 തിമോഥെയോസ് 2:24-26 പറഞ്ഞിരിക്കുന്നത് ഒരു സഫറിംഗ് സെർവന്റിനെ പറ്റിയാണ്. യെശയ്യാവ് 50-ലും പറയുന്നത്, യെശയ്യാവ് 50-ലും പറഞ്ഞിരിക്കുന്നത് ഒരു സഫറിംഗ് സെർവന്റിനെ പറ്റിയാണ്. കൊലോസ്യർ 1:24 അത് നമ്മുടെ ലേഖന ഭാഗമായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സഫറിംഗ് സെർവന്റിനെ പറ്റിയാണ്. The 5th quality of a disciple is he will be a gentle servant and also he will be a suffering servant. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തില് ഞാൻ സുവിശേഷമായിട്ട് വായിച്ചപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി നിങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് യേശു പറയുമ്പോൾ ജീസസ് ഡെമോൺസ്ട്രേറ്റഡ് the quality of a gentle servant. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മര്യാദയുള്ള ദാസൻ, മാന്യനായ ദാസൻ. ആ ദാസൻ കഷ്ടപ്പെടുന്ന ദാസനുമാണ്. അതുകൊണ്ട് ഐസയ 50, കൊലോഷ്യൻ 1:24, 2 തിമോത്തി 2:24 and ജോൺ ചാപ്റ്റർ 13 ഈ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞ ദാസൻ അവൻ മാന്യനായ ദാസനും അവൻ കഷ്ടപ്പെടുന്ന ദാസനും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ശിഷ്യന്റെ 5-ാമത്തെ ഗുണം, അവൻ തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടെ കഷ്ടപ്പെടുന്നവനും ആത്മാർത്ഥതയോടെ മാന്യമായി ജീവിക്കുന്നതിനുമാണ്. ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നവനും ആത്മാർത്ഥമായി മാന്യനായി ജീവിക്കുന്നവനും മാതൃകയുള്ളവനുമാണ് ഒരു നല്ല ശിഷ്യൻ. 1 ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഓഫ് എ ജെന്റിൽ സെർവന്റ്. യോഹന്നാൻ 13-ൽ യേശു വസ്ത്രമെടുത്ത് അരയ്ക്ക് ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് പറയുമ്പോൾ we see 4 qualities of a gentle servant. ഒരു മാന്യനായ ഒരു ദാസന്റെ 4 ക്വാളിറ്റി. 1, he must not quarrel. അവൻ വഴക്കിടാത്തവനാ. ശിഷ്യന്മാർ വഴക്കിട്ടപ്പോഴാണ് യേശു പോയി കാല് കഴുകിയത്.
ഞങ്ങളിൽ ആരാ വലിയവൻ? ആരടാ വലിയവൻ? യേശു പറഞ്ഞു, ഏറ്റവും വലിയവൻ നിന്റെ സഹോദരന്റെ കാല് കഴുകുന്നവനാണ്. മാന്യനായ ദാസൻ വഴക്കിടാത്തവനാണ്. 2, ഹീസ് ഏബിൾ ടു ടീച്ച്. മാന്യനായ ദാസൻ പഠിപ്പിക്കുന്നവനാണ്, പഠിപ്പിക്കുന്ന അനുസരിക്കുന്നവനാണ്. 3, മാന്യനായ ദാസൻ പേഷ്യൻ, ക്ഷമയുള്ളവനാണ്. അല്ലെങ്കിൽ 4-മതായിട്ട് മാന്യനായ ദാസൻ താഴ്മയുള്ളവനാണ്. A gentle servant must not quarrel. A gentle servant able to teach. A gentle servant is patient. A gentle servant is humble. ഒരു മാന്യനായ ദാസൻ വഴക്കിടാത്തവൻ, പഠിപ്പിക്കുന്നവൻ, പഠിപ്പിക്കുന്നത് അനുസരിക്കുന്നവൻ, ക്ഷമയുള്ളവൻ, താഴ്മയുള്ളവനാണ്. And also a disciple is a suffering servant. കൊലോസ്യർ 1:24, സമയം കൊണ്ട് അത് വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, I rejoice in my suffering. ഞാൻ എന്റെ കഷ്ടങ്ങളില് സന്തോഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, Paul says in 1 Colossians 1:24, fill up in my flesh what is lacking in the afflictions of Christ. ക്രിസ്തുവിന്റെ കഷ്ടതയില് കുറവായത് എന്റെ ശരീരത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല്, യേശുവിന് എന്തെങ്കിലും കഷ്ടം സഹിച്ചത് കുറഞ്ഞു പോയെങ്കിൽ എന്റെ കഷ്ടങ്ങൾ അതിനകത്ത് ഞാൻ ഫില്ല് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. I just add my suffering into the suffering of Christ. അതെന്തോ ക്വാളിറ്റിയാണ്? The quality of a suffering servant. ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കുറവുള്ളത് എന്റെ ശരീരത്തിൽ അവന്റെ സഭയായ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്നാണ് കൊലോസ്യർ 1:24 മുതൽ 29 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. A disciple is a gentle servant and a suffering servant. ഒരു നല്ല ശിഷ്യൻ ആത്മാർത്ഥമായ മാന്യതയുള്ളവനും ആത്മാർത്ഥമായി കഷ്ടം സഹിക്കുന്നവനുമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആദിമ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആദിമ ക്രിസ്ത്യാനികളെ റോമാ സാമ്രാജ്യം ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. No, the early Christians were suffered like anything for the Christ and for the word of God. ദൈവവചനം നിമിത്തം ആദിമ ക്രിസ്ത്യാനികൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ഒരിക്കലും റോമാ സാമ്രാജ്യ കാലത്ത് റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പടയാളി വന്ന് ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞു, നീ നിന്റെ വിശ്വാസം തള്ളി പറയണം. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ വിശ്വാസം തള്ളി പറയത്തില്ല. Deny your faith, you will be saved, said this Roman soldier. The believer said, there is no turning back from my faith. എന്റെ വിശ്വാസത്തിൽ നിന്നും പിന്മാറുന്ന ഒരു പരിപാടിയും ഇല്ലെന്ന് പറഞ്ഞു. ചരിത്രം പറയുന്നത്, ആ വിശ്വാസിയെ അവര് കാലും കൈയും പിടിച്ചു കെട്ടി അവരുടെ ശരീരം മുഴുവനും കത്തി കൊണ്ട് കീറിയെന്നാ പറയുന്നത്. കത്തി കൊണ്ട്, നമ്മളെല്ലാം മീൻ വറക്കാനായിട്ട് മീൻ ഇങ്ങനെ വരച്ചു വെച്ച് കണ്ടിച്ച മീന്റെ ആ പീസിനുള്ളില് മുളപൊടി ഇടുന്നത് പോലെ ഈ ഒരു വിശ്വാസിയെ അവര് നൈഫ് കൊണ്ട് അവര് ശരീരം മുഴുവനും കീറിയെന്നാ പറയുന്നത്. ആ ശരീരം മുഴുവനും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസിയുടെ ശരീരത്തെ നോക്കി അവർ പറയും, യു ആർ ബ്ലീഡിങ് നൗ, വൈ കാൻറ്റ് യു ഡിനൈ യുവർ ഫെയ്ത്ത്? നീ രക്തത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിന്റെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, നിനക്ക് എന്തുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞുകൂടാ? ആ വിശ്വാസി പറയും, നോ ടേണിംഗ് ബാക്ക് ഫ്രം മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ലെന്ന് ആ വിശ്വാസി പറയും. ആ ചരിത്രം പറഞ്ഞ ഇപ്രകാരമാണ്, ആ ബ്ലീഡ് ചെയ്യുന്ന ആ ശരീരത്തില് കുറച്ച് തേൻ അവരൊഴിക്കും. തേൻ എന്തിനാണെന്നറിയാമോ? ഈ തേൻ, ഹണി, they will pour honey into the bleeding body of the believer. എന്നിട്ട് അവര് ഹണി ബീസിനെ മുഴുവൻ അങ്ങോട്ട് ഇറക്കി വിടും. ഈ തേനീച്ചകളെ മുഴുവനും ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഈ ദേഷ്യമുള്ള തേനീച്ചകൾ വന്ന് ഈ മനുഷ്യനെ കുത്തും. കാരണം തേനീച്ചയ്ക്ക് അവരുടെ തേൻ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യമായിരിക്കാം. വന്ന് ഈ ശരീരം മുഴുവനും കുത്തി ആ മനുഷ്യൻ മരിക്കുന്നത് വരെ ആ തേനീച്ച കുത്തി അവനെ കൊല്ലും എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ക്രൂരമായി അനേക വിശ്വാസികളെ റോമാക്കാരെ കൊന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. എണ്ണയിൽ എറിഞ്ഞവരുണ്ട്, സിംഹത്തിന്റെ മുൻപിൽ ഇട്ടുകൊടുത്തവരുണ്ട്, മൃഗത്തിന്റെ തോലിൽ പൊതിഞ്ഞ് വെയിലിട്ട് കൊല്ലപ്പെട്ട വിശ്വാസികളുണ്ട്, കുരിശിന്മേലെ തൂക്കിക്കൊന്നവരുണ്ട്, തലകീഴായിട്ട് വിശ്വാസത്തിന് വേണ്ടി മരിച്ചവരുണ്ട്. അതിനിടയിലും അവർ പറഞ്ഞു, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. പിന്മാറത്തില്ല. യേശുവിന്റെ മുൻ നോക്കി ഞങ്ങൾ യാത്ര ചെയ്യും. പിന്മാറത്തില്ല. അവര് ഇടിയേറ്റ് രക്തം ചീന്തി, തേനീച്ചയുടെ കടിയേറ്റ്, സിംഹത്തിന്റെ കടിയേറ്റ്
തിളയ്ക്കുന്ന എണ്ണയില് അവർ മരിച്ചു. അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരുടെ വിശ്വാസം ഒരു ശിഷ്യന്റെ വിശ്വാസമായിരുന്നു. ആത്മാർത്ഥതയുള്ള കഷ്ടം സഹിക്കുന്ന ശിഷ്യന്മാരായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ. 5 കാര്യം ഞാൻ പറഞ്ഞു. ഒരു ശിഷ്യൻ ആത്മാർത്ഥമായ അനുസരണമുള്ളവനാണ്, ആത്മാർത്ഥ സമർപ്പണമുള്ളതാണ്, ആത്മാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ്, ആത്മാർത്ഥമായ ജെന്റിൽ മാന്യനായ ദാസനാണ്, കഷ്ടപ്പെടുന്ന ദാസനാണ്, ആത്മാർത്ഥമായ ലക്ഷ്യത്തിലേക്കും യാത്ര ചെയ്യുന്നവനാണ്. Steadfast, obedient, and also he is steadfastly following the master, and also he is focused, he is gentle servant and a suffering servant. ഈ വാക്കുകളാല് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു പാട്ടിന്റെ ശീല പാടിയതിനു ശേഷം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മോൻസിച്ചായന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ നമ്മെ അടയ്ക്കാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറാതെ പിൻഗമിക്കും, പിന്മാറാതെ പിൻഗമിക്കും. Though all may leave me, still I will follow. Though all may leave me, still I will follow. Though all may leave me, still I will follow. No turning back, no turning back, no turning back, no turning back. എവരുമെന്നെ കൈവെടിഞ്ഞാലും, എവരുമെന്നെ കൈവെടിഞ്ഞാലും, എവരുമെന്നെ കൈവെടിഞ്ഞാലും, പിന്മാറാതെ പിൻഗമിക്കും, പിന്മാറാതെ പിൻഗമിക്കും. നമുക്ക് ഇരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സമർപ്പണമായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ അനുസരണമുള്ള ശിഷ്യനായി, ഹല്ലേലൂയ, ലക്ഷ്യത്തിലേക്ക് നോക്കുന്ന ശിഷ്യനായി, സത്യം പ്രസംഗിക്കുന്ന ശിഷ്യനായി, മാന്യനായ കഷ്ടപ്പെടുന്ന ശിഷ്യനായി, മാത്രമല്ല സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്ന ശിഷ്യനായി തീരുവാൻ, ഡെഡിക്കേറ്റഡ് ശിഷ്യനായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം തലകൾ മണക്കി കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. അവിടെ വലതുകരങ്ങൾ ഉയർത്തി നെഞ്ചത്തോട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാണ്. ദൈവമേ, അനുസരണമുള്ള ശിഷ്യനായി, സമർപ്പണമുള്ള ശിഷ്യനായി, ഹല്ലേലൂയ, സത്യം പ്രസംഗിക്കുന്ന ശിഷ്യനായി, മാത്രമല്ല ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യനായി, മാത്രമല്ല ഒരു മാന്യനായ കഷ്ടം അനുഭവിക്കുന്ന ഒരു ശിഷ്യനായി എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻസിച്ചായന് പ്രാർത്ഥിക്കും.
യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ, യേശുവിൻ പിൻപേ പോകും നീതാ ഞാൻ, പിന്മാറാതെ 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 പിന്മാറാതെ. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. പിന്മാറാതെ പിന്മാറാതെ പിന്മാറാതെ